ആയുധമില്ലാതെ ആദർശം കൊണ്ട് അടരാടി ഭാരതത്തിന് സ്വാതന്ത്ര്യമെന്ന മധുരം സമ്മാനിച്ച ബാപ്പുജി, മഹാത്മാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആത്മബന്ധുക്കളെ നമസ്കാരം. ഞാൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. ചിലരൊക്കെ കേട്ട് കാണും, ചിലരൊക്കെ കണ്ടു കാണും. ഞാനിവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് 10-40 വർഷമായി മദ്യത്തിനെതിരെയുള്ള കർമ്മസമര രംഗത്താണ്. ഇപ്പോൾ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ സംസ്ഥാന ജനറൽ കൺവീനറാണ്. എന്നെ ഇന്ന് ഗാന്ധി സ്മൃതിയിൽ മടമ്പൂർ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി, അതല്ല അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചത് ഇവിടുത്തെ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകനായ ബിജു മാസ്റ്ററാണ്. അതുപോലെ ബിജു മാസ്റ്റർക്കും ഈ പരിപാടി സ്ഥാപനത്തിൻ്റെ അധിപനായ ഹെഡ് മാസ്റ്ററായ അബ്ദുൽ അസീസ് മാസ്റ്റർക്കും, മാത്രമല്ല അവരുടെ സഹപ്രവർത്തകർക്കും, പ്രിയപ്പെട്ട എൻ്റെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾക്കുമെല്ലാം ഞാൻ എൻ്റെ വിനയപൂർണ്ണമായ നമസ്കാരം അർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും, പ്രൈസ് ദി ലോർഡ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ 151ാമത്തെ വർഷം തികയുകയാണ്, പിറക്കുകയാണ് ഇന്ന്. അതുപോലെ കസ്തൂർബായും, അതൊന്നും ഞാൻ പറയുന്നില്ല. ഗാന്ധിജി 150 വർഷങ്ങൾക്ക് മുമ്പ്, വിശേഷിച്ച് 1075 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഗാന്ധിജി രാജ്യത്തിന് നൽകിയ സംഭാവന? അത് അദ്ദേഹത്തിൻ്റെ സന്ദേശം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം അവിടെ ഗാന്ധിജി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം നവഖാലിയിലെ ബംഗാളിലെ സമാധാന പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്നു. ഇന്ത്യ മുഴുവൻ ആഘോഷങ്ങൾ, ആരവങ്ങൾ, കൊടിതോരണങ്ങൾ, പ്രസംഗങ്ങൾ, ജാഥകളൊക്കെ ആയിരുന്നു. ചില റേഡിയോ പ്രവർത്തകർ ഗാന്ധിയെ സമീപിച്ചു പറഞ്ഞു, ബാപ്പുജി എന്തെങ്കിലും ഒരു സന്ദേശമെങ്കിലും തരൂ ഈ രാജ്യത്തിന്. എനിക്കങ്ങനെ ഒരു സന്ദേശവും തരാനില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, നിർബന്ധമായും തരണം. നിങ്ങളെന്നെ ശല്യപ്പെടുത്തല്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് നിങ്ങളൊരു ദൗർബല്യമായി കാണരുത്. എനിക്കെന്നാ പറയാം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ജീവിതം സന്ദേശമാക്കി നൽകിയ ബാപ്പുജിയെ അനുസ്മരിക്കുമ്പോൾ അത് മക്കളോട് പറയുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവരുടെ ജീവിതം സന്ദേശമാക്കി കാണിക്കണം. നമുക്ക് അച്ഛനമ്മമാരാണ് മക്കൾക്ക് മാതൃക, ഗാന്ധിയല്ല. അച്ഛനമ്മമാർ അങ്ങനെയാണ് മക്കൾ വളരുക. പിന്നെ മാതൃക ആരാണ്? അധ്യാപകരാണ്, അധ്യാപികമാരാണ്. പിന്നെ മാതൃക രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരും മത നേതാക്കളുമാണ്. ഇവരൊക്കെ തലമുറയ്ക്ക് മാതൃകയായി, പൊതുസമൂഹത്തിന് മാതൃകയായി നിന്നാൽ ഒരു ഗാന്ധിയും ഇനി നമുക്ക് വരേണ്ടതില്ല, ഒരു റസൂലും വരേണ്ടതില്ല. നമ്മൾ അങ്ങനെ ആകണമെന്നാണ്. രണ്ട് തിന്മകൾക്കെതിരെ ഗാന്ധി ശക്തമായി പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഗാന്ധിജിയുടെ 18 കർമ്മ പരിപാടികളിൽ ഒന്നാമത്തേത് സർവധർമ്മ സമഭാവമാണ്. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കാണുക, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒരേ ഈശ്വരനാണ് എന്ന് കാണുക. ഗാന്ധി ഇത് വെറുതെ പറഞ്ഞതല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുത്തതാണ്. ഇസ്ലാം പറയുന്നു എൻ്റെ മതമാണ് വലുതെന്ന്, ക്രിസ്ത്യാനി പറയുന്നു എൻ്റെതാണ് വലുത്, ഹിന്ദു പറയുന്നു എൻ്റെതാണ് വലുതെന്ന്. ആ വാദപ്രതിവാദം സംഘർഷമാകുന്നു, സംഘട്ടനമാകുന്നു, ഒരുപാട് പ്രശ്നങ്ങളാകുന്നു. അങ്ങനെ ആകരുത്. അതാ ഗാന്ധിജി പഠിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പഠിപ്പിച്ചു ശ്രീനാരായണൻ. മതം ഏതായാലും, ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ചു. ഇതാണ് ഗാന്ധി പഠിപ്പിച്ചത്, ഇതാണ് റസൂൽ പഠിപ്പിച്ചത്, ഇതാണ് യേശുദമ്പുരാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ഒന്നാണെന്ന് മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. രക്ഷിതാക്കൾ അതിന് മാതൃകയാകണം. ഒരു തരത്തിലും വീട്ടിൽ വെച്ച് മക്കൾ കേൾക്കപ്പോലും ചിന്തിക്കരുത് രക്ഷിതാക്കൾ. മക്കൾ കേൾക്കെ ജാതിയുടെയോ മതത്തിൻ്റെയോ കഥ പറയരുത്, വിഭാഗീയത പറയരുത്. രണ്ടാമത്തേത് ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ തലക്കാണ്. ഒന്നാമത്തേത് മസ്തിഷ്കത്തിനാണ് പിടിക്കുക. മസ്തിഷ്കത്തിന്, തലച്ചോറിന് കയറുന്ന വൈറസാണ് വർഗീയത. രണ്ടാമത്തേത് ലഹരി ഹൃദയത്തിൽ കൂടെ കയറുന്ന വൈറസാണ്. ഒന്ന് രുചിച്ചു നോക്കാം, ഒന്ന് ആസ്വദിക്കാം, സിനിമയിൽ കാണും പോലെ കാണാം, അല്ലെങ്കിൽ അച്ഛൻ കളിക്കുന്നത് പോലെ കളിക്കാം. ചില കുട്ടികളുടെ അച്ഛന്മാരൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഹത്തിന്, പൂതിക്ക്, കൂട്ടുകെട്ടിനൊക്കെ ഹൃദയത്തിലൂടെ ഈ വൈറസ് കയറി അതും ചെന്ന് പിടിക്കുക തലച്ചോറിനെയാണ്. തലച്ചോറിനെ, ബുദ്ധിയെ നശിപ്പിക്കുന്ന വർഗീയത, ലഹരി, ഇവയ്ക്കെതിരെയാണ് പൊരുതേണ്ടത്. അതുകൊണ്ട് രക്ഷിതാക്കൾ മാതൃകയാകണം മക്കൾക്ക് ഈ കാര്യത്തിൽ. എൻ്റെ മകൻ ലഹരിയിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് ലഹരി ശീലമുള്ള ഏതെങ്കിലും അച്ഛൻ എൻ്റെ വാക്ക് ബാപ്പ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തരം ലഹരിയും മക്കൾക്ക് വേണ്ടി ഞാൻ ഇനി സ്വീകരിക്കില്ല. മക്കൾക്ക് വേണ്ടി ഞാനത് വർജിക്കുന്നു, ഉപേക്ഷിക്കുന്നു, പ്രതിജ്ഞ ചെയ്യാൻ കഴിയണം.
അതുപോലെ അധ്യാപകർക്ക് സാധിക്കണം മക്കൾക്ക് മാതൃകയാകാൻ. ലഹരിക്കെതിരെ മക്കളോട് പറയാൻ അധ്യാപകർ തയ്യാറാകണം. പൊതു രാഷ്ട്രീയ പ്രവർത്തകർ തയ്യാറാകണം. ഇപ്പോൾ ഗവൺമെൻറ്റിന് മദ്യമോ ലഹരിമുക്തമായ ഒരു നാടിൻ്റെ സങ്കല്പമുണ്ട്, ലഹരി വിമുക്തി മിഷനിലൂടെ. പക്ഷേ നടക്കുന്നില്ല. കാരണം എന്താ? അതേ സർക്കാർ തന്നെ മദ്യവും വിൽക്കേണ്ടി വരികയാണ് ചില കെട്ടുപാടുകളിലൂടെ. സർക്കാരിനോട് നമ്മൾ നിർബന്ധിക്കണം. കൊറോണ കാലത്ത് നമ്മൾ കണ്ടില്ലേ, 45 ദിവസം സർക്കാർ കർശനമായ നിയമത്തിലൂടെ സമൂഹത്തെ കുടിക്കാൻ കിട്ടാതാക്കി. സമൂഹം രക്ഷപ്പെട്ട് 3000 കോടി ഉറുപ്പിക നമ്മുടെ നാട്ടിൽ തിരിഞ്ഞു മറിഞ്ഞ് കുടിയന്മാരുടെ വീട്ടുകളിൽ വലിയ ഫലപ്രദമായി വലിയ ഗുണം ചെയ്യാൻ സാധിച്ചു. ആരോഗ്യം തിരിച്ചു കിട്ടി, ഇമ്മ്യൂണിറ്റി പവർ തിരിച്ചു കിട്ടി. അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടം. കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി, കുടുംബശല്യങ്ങളുണ്ടായില്ല, സംഘർഷങ്ങളുണ്ടായില്ല. അങ്ങനത്തെ ഒരു കാലം മദ്യമില്ലാതായാൽ കൂടി നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് മദ്യത്തിനെതിരെ, മറ്റ് ലഹരികൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ഗാന്ധിയെ ഓർത്തുകൊണ്ടെങ്കിലും മക്കൾ ചിന്തിക്കുക, രക്ഷിതാക്കൾ ചിന്തിക്കുക, അധ്യാപകർ ചിന്തിക്കുക, പൊതുപ്രവർത്തകർ ചിന്തിക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഹ്രസ്വമായി സമയം കൊണ്ട് ഗാന്ധിയുടെ സ്മരണ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഗാന്ധിയായിരുന്നു ലോകത്തിന് ശാന്തി നൽകിയത്. മധുസൂദനൻ നായർ അതുകൊണ്ട് പറഞ്ഞു, ഗാന്ധിയാണെന്നുമേ ശാന്തി, ശാന്തിയാണെന്നുമേ ഗാന്ധി. ശാന്തിപ്രദമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ലഭിക്കുമാറാകട്ടെ. ഈ ഒരു ശാന്തമായ പ്രശാന്ത മധുരമായ ജീവിതം മക്കൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും നാടിനും മൊത്തവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മബന്ധുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ജഗത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മകൾ ചെയ്യും നമ്മുടെ സ്വന്തം ബാപ്പുജി. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ഗാന്ധിജി, ഗാന്ധിജി, മഹാത്മാഗാന്ധി. ബാപ്പുജി, ബാപ്പുജി, the father of nation. ഗാന്ധിജി, ഗാന്ധിജി, മഹാത്മാ ഗാന്ധി. ഗാന്ധിജിയുടെ അഹിംസ എന്ന തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അഹിംസാ ദിനമായി ആചരിക്കുന്നു. ബാപ്പുജി, ബാപ്പുജി, നമ്മുടെ സ്വന്തം ബാപ്പുജി. വടിയും കുത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ബാപ്പുജി. വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമ്മക്ക് നാടിന് നേടിത്തന്നു നമ്മളെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിത് നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിനു നേടിത്തന്ന നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിനു നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ.
അപ്പൂപ്പൻ സഹനമതൊട്ടും ചോരാതെ സത്യം സ്നേഹം വ്രതമാക്കി അഹിംസയെന്ന സിദ്ധാന്തത്തെ ഈശ്വരനായിട്ടുള്ളിൽ കണ്ട് ഈ മണ്ണു നമ്മതു സത്യവും നീതിയും നേടാനായി പട്ടിണി മാർഗം നോക്കിയിടും ഈ മണ്ണു നമ്മതു അദ്ദേഹം സത്യത്തിന്റെയും അഹിംസയുടെയും പാതയിൽ വിശ്വസിച്ചിരുന്നു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ കൈകളാൽ അദ്ദേഹം മരണം വരിച്ചു. സത്യത്തിനും അഹിംസക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാനായ മനുഷ്യസ്നേഹി വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. ನಮ್ಮ ಕಾಯುವ ಹಿಮಾಲಯವೇ ತಂದೆ ಸಮಾನ ബാപ്പുജി ബാപ്പുജി നമ്മുടെ സ്വന്തം ബാപ്പുജി. ಈ ನಾಡಿನ ಹೃದಯದದು ದೈವ ಸನ್ನಿಧಾನ ದೈವ ಸನ್ನಿಧಾನ ബാപ്പുജി ബാപ്പുജി നമ്മുടെ സ്വന്തം ബാപ്പുജി. ಈ ಮಣ್ಣು ನಮ್ಮದು ಈ ಗಾಳಿ ನಮ್ಮದು ಕಲ ಕಲನೆ ಹರಿ I will speech on Mahatma Gandhi. Mahatma Gandhi was born at Porbandar in Gujarat. Its full name is Mohandas Karamchand Gandhi. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ಅಜಂತ ಎಲ್ಲೋರ ಹಳೆ ಬೀಡು ಬೇಲೂರ ಶಿಲೆಗಳಿಗೂ ಕಲೆ സഹനം സാഹോദര്യം ജീവിതം വൃത്തമായി കരുതിയ മുത്തച്ഛൻ ಬೇಲೂರ ಶಿಲೆಗಳಿಗೂ ಕಲೆಯಾಗರ തൊഴുകൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. മഹത്തായ ആത്മാവ് എന്ന് അർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഗാന്ധി അപ്പൂപ്പൻ വട്ടക്കണ്ണട വെച്ചിട്ട് ടിയും കുത്തി നടന്നിട്ട് ತಂಗಾಳಿಗೆ ತಲೆ നല്ലത് മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടൂതുകയാണ് അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. ತಂಗಾಳಿಗೆ ತಲೆಯ ತೂಗ ಪೈರಿನ ಹಾಡು ಪೈರಿನ ಹಾಡು വള്ളക്കാരുടെ ടോക്കൻ മുനകളെ അഹിംസ കൊണ്ടു നേരിട്ടു. വള്ളക്കാരുടെ ടോക്കൻ മുനകളെ അഹിംസ കൊണ്ടു നേരിട്ടു. ವಿಜ್ಞಾನವು ಅಜ್ಞಾನವ ಗೆಲ್ಲುವ ಪಾಡು എല്ലാവർക്കും നന്മകൾ ചെയ്യും നമ്മുടെ സ്വന്തം ബാപ്പുജി. ನಿರ್ಮಾಣವು ಸಾಗಿದೆ ನೋಡು ಸಾಗಿದೆ ನೋಡು ബാപ്പുജി ബാപ്പുജി നമ്മുടെ സ്വന്തം ബാപ്പുജി. വടിയും കുത്തി വരുന്നുണ്ടായ നമ്മുടെ സ്വന്തം ബാപ്പുജി. നമ്മുടെ നാടും നമ്മുടെ എല്ലാം നേടി തന്നൊരു ബാപ്പുജി.
ഗാന്ധി ആൽബമാണ്. ഇത് ഞാൻ പത്രത്തിൽ വെട്ടി ഒട്ടിച്ചതാണ്. ഈ മണ്ണു നമ്മതു. വട്ടക്കണ്ണട വച്ചിട്ട് വഴി മൂന്നി നടന്നിട്ട് വെല്ലില്ലാത്തൊരു ചിരിത്തൂകും ബാപ്പുജി എന്നൊരു അപ്പൂപ്പൻ. ബാപ്പുജി കലകലനെ ഹരിയുകിത നീരു നമ്മതു. ഗാന്ധിജിയുടെ അന്വേഷണം കൊള്ളുന്നത് ഡൽഹിയിലെ രാജ്ഘട്ടിലാണ്. കലകലനെ ഹരിയുകിത നീ. നമ്മുടെ സ്വന്തം ബാപ്പുജി, 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 നമ്മുടെ സ്വന്തം ബാപ്പുജി. നമ്മതു നമ്മതു ഈ മണ്ണു നമ്മതു. Gandhi Jayanti is celebrated on 2nd October every year.